ആ ആളുകളെ തള്ളിപ്പറഞ്ഞ ആളുകൾ ഇപ്പോ ആ നിലപാട് മാറ്റിയെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ ഭരണത്തിൽ വരാനുള്ള സാഹചര്യം വന്നാലേ ഉള്ളൂ. 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ജീവൻ വെച്ച് തുടങ്ങുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസിന് ഇനി ഭരണം കിട്ടില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ വി മുരളീധരൻ പറയുന്നു. ശബരിമലയിൽ ദർശനത്തിനെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. കോൺഗ്രസിന് ഇനി ഭരണം കിട്ടില്ലെന്ന് പറഞ്ഞ അദ്ദേഹം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വാക്കുകൾ വളച്ചൊടിച്ചുവെന്നും കുറ്റപ്പെടുത്തി. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം എന്നല്ല വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതെന്ന് വി മുരളീധരൻ വ്യക്തമാക്കി. കോൺഗ്രസിന് ഭരണം ലഭിച്ചാൽ ചെന്നിത്തല മുഖ്യമന്ത്രിയായാൽ കൊള്ളാം എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. കോൺഗ്രസിൻ്റെ നിലപാടുകൾ ഓരോ കാലത്ത് അവരുടെ തീരുമാനമാണ്. കോൺഗ്രസിന് എന്ത് നിലപാടെടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അവർക്കൊരു സ്ഥിര നിലപാടൊന്നും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. സാമുദായിക നേതാക്കന്മാർ സമൂഹത്തിലെ വളരെ വലിയൊരു ജനവിഭാഗത്തിന് നേതൃത്വം നൽകുന്ന ആളുകളാണ്. ആ ആളുകളെ തള്ളിപ്പറഞ്ഞ ആളുകൾ ഇപ്പോൾ ആ നിലപാട് മാറ്റിയെങ്കിൽ അത് വളരെ സ്വാഗതാർഹമാണ്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാണെന്നല്ല, അതേപോലെ കോൺഗ്രസിനകത്ത് ആരെങ്കിലും ആവും. കോൺഗ്രസ് കേരളത്തിൽ ഭരണത്തിൽ വരാനുള്ള സാഹചര്യം വന്നാലേ ഉള്ളൂ. കോൺഗ്രസ് തകർച്ചയിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയിൽ അതിപ്പോ നാളെ അദ്ദേഹത്തിനോട് ചോദിച്ചു തീർക്കട്ടെ, RSPയിൽ ആരാ മുഖ്യമന്ത്രി ആവാൻ അർഹൻ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറയാൻ ഒരു പേരേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുപോലെയാണ് കോൺഗ്രസിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഒരു അഭിപ്രായം. ഇതിനു പുറമെ BJPയിൽ പുനഃസംഘടന ഉണ്ടാകുന്നത് സ്വാഭാവിക നടപടിയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അംഗീകരിച്ചുകൊണ്ടാണ് BJP പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ശബരിമലയിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കിയാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള നിരവധി കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഉദാഹരണത്തിന് ശബരിമല മാസ്റ്റർ പ്ലാൻ 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ജീവൻ വെച്ച് തുടങ്ങുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 17 വർഷം മുമ്പ് അംഗീകരിക്കപ്പെട്ട ശബരിമല മാസ്റ്റർ പ്ലാൻ, ആ മാസ്റ്റർ പ്ലാൻ ഭക്തർക്ക് കുടിവെള്ളം തൊട്ട് പാർക്കിംഗ് വരെയുള്ള നിരവധി കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. പക്ഷേ അംഗീകരിക്കപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ 17 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ ഭരിച്ചിട്ടുള്ള സർക്കാരുകൾ, ആ സർക്കാരുകൾ കാണിക്കേണ്ട ശുഷ്കാന്തി, ആ ശുഷ്കാന്തി കാണിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് അത് ഇത്രയും വർഷം നീണ്ടുപോയത്. ഇപ്പോൾ കോടതിയുടെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് വനാതിർത്തിയെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തത വരുത്തുകയും അതിലൂടെ ആ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ, ആ പദ്ധതി സുഗമമായിട്ട് നടപ്പിലാക്കുന്ന തലത്തിലേക്ക് നീങ്ങാൻ കാരണമാവുകയും ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സർക്കാർ കുറെ കൂടി താല്പര്യം കാണിക്കുകയും ശുഷ്കാന്തി കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ തിരക്കിനേക്കാൾ വലിയ തിരക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മാസ്റ്റർ പ്ലാനിൻ്റെയും അപ്പുറത്തുള്ള മാസ്റ്റർ പ്ലാനിൻ്റെ ഈ ഘട്ടത്തിൽ നടപ്പിലാക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ആ വിഷയം. ഉദാഹരണത്തിന് ഒരു ബേസ് ക്യാമ്പായിട്ട് നിലയ്ക്കൽ വികസിപ്പിച്ചെടുക്കുക. അപ്പോൾ വരുന്ന എല്ലാവരും നിലയ്ക്കലിൽ അവർക്ക് വിരിവെക്കാൻ, അവർക്ക് വിശ്രമിക്കാൻ, അവർക്ക് ആഹാര സൗകര്യങ്ങൾ, അവരുടെ പ്രാഥമിക സൗകര്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് ശബരിമലയിലേക്കുള്ള തിരക്കിനെ നിയന്ത്രിച്ചുകൊണ്ട് അതനുസരിച്ച് നിലയ്ക്കലിൽ നിന്ന് ആളുകളെ മുന്നോട്ടേക്ക് വിടുക. അതാണ് വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ മുഴുവൻ നടക്കുന്നത്. ശബരിമല വർഷം മുഴുവൻ സർക്കാരിൻ്റെ ശ്രദ്ധയുണ്ടാകണം, സർക്കാരിൻ്റെ താല്പര്യമുണ്ടാകണം. വികസന പ്രവർത്തനങ്ങൾ, ശബരിമലയിൽ വേണ്ട സൗകര്യങ്ങൾ, ഞാൻ പറഞ്ഞ കുടിവെള്ളം തൊട്ട് പാർക്കിംഗ് വരെയുള്ള മുഴുവൻ കാര്യങ്ങൾ, ഈ കാര്യങ്ങളിൽ ഒരു റൗണ്ട് ദ ഇയർ പ്രവർത്തനം, ആ പ്രവർത്തനം നടന്നാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കി ഭക്തർക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ള പ്രയോജനം ലഭ്യമാവുകയുള്ളൂ.